കേരളത്തിൽ ഹർത്താൽ സമാനമായപ്പോൾ പങ്കാളിത്തത്തെ ചൊല്ലി തർക്കം. പണിമുടക്ക് ദിവസം പുതുയുഗ റാലി മാറ്റിവെക്കാത്തതിൽ പ്രതിപക്ഷ നേതാവിനെതിരെ LDF നേതാക്കൾ രംഗത്തെത്തി. ജാഥ മാറ്റിവെക്കാത്തത് പണിമുടക്കിനെ അപമാനിക്കലാണ് എന്ന് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടന്ന ഒരു പണിമുടക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടു. ആ പണിമുടക്ക് ദിവസം രാഷ്ട്രീയമായി UDF ഒരു ജാഥ പ്രതിപക്ഷ നേതാവിൻ്റെയും UDF നേതാക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പണിമുടക്കിനെ അപമാനിക്കലാണ്. പണിമുടക്കുയർത്തുന്ന തൊഴിലാളികളുടെ വികാരത്തെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ എന്ന ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ സന്ദേശമാണ് അവർ നൽകുന്നത്. ജനജീവിതം സ്തംഭിപ്പിക്കുന്ന രീതി കാലഹരണപ്പെട്ടത് എന്നതായിരുന്നു VD സതീശന്റെ മറുപടി. പണിമുടക്കിന്റെ കാരണങ്ങളോടെ നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന കാര്യമാണ്. സംശയം എന്താണ്? ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത്, അതിന്റെ കാരണം കൂടി എന്തിനാണ്, ഏത് കോസിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാഥയിൽ പ്രചരണം കൂടി നടത്തും. അതിനുള്ള ഒരു അവസരം കൂടിയല്ലേ. ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ്. അതേസമയം CPIM നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് പണിമുടക്ക് ബാധകമല്ല. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കരാറെടുത്തിരിക്കുന്ന MLA ഹോസ്റ്റൽ നിർമ്മാണ പ്രവർത്തനം പണിമുടക്ക് ദിനത്തിലും തകൃതിയായി നടക്കുന്നുണ്ട്. അജി കുഞ്ഞുമോൻ, ഒപ്പം തന്നെ അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. ആദ്യം അജി കുഞ്ഞുമോനിടയ്ക്കാണ്. അജി, കോഴിക്കോട്ട് പുതുയുഗ യാത്ര നടക്കുന്നു, അത് മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതിലെ വിവാദമാണ് ഒരു വശത്തുള്ളത്. അതിനിപ്പോൾ INTUC MV ഗോവിന്ദന് മറുപടി നൽകുകയാണ്. INTUC ഛിന്നഭിന്നമാക്കാനുള്ള നീക്കം എന്നൊക്കെയുള്ള വിമർശനത്തിനുള്ള മറുപടി. ഒപ്പം കോഴിക്കോട്ട് പലയിടത്തും നമ്മൾ കണ്ടു, പ്രത്യേകിച്ച് അധ്യാപകരെ വരെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം. എങ്ങനെയായിരുന്നു ജില്ലയിൽ ആകെ പണിമുടക്ക്? അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട UDF-നെതിരെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തലത്തിലുള്ളൊരു വിമർശനം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ആദ്യം തന്നെ പറയുകയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനാണ് VD സതീശൻ പ്രധാനമായും ഒരു മറുപടി പറഞ്ഞത്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഈ പ്രതിഷേധത്തിൽ UDF-ഉം ഒപ്പം തന്നെ അതിൻ്റെ പോഷക സംഘടനകളും ഒപ്പം തന്നെ തൊഴിലാളി സംഘടനകളൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ ഒപ്പം നിൽക്കുന്നത്. പക്ഷേ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം അത് കാലഹരണപ്പെട്ട സമരമാണ്. ആ സമര രീതിയോട് തങ്ങൾ ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് VD സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്. ജനജീവിതത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുമുള്ള ഒരു പണിമുടക്കും വേണ്ട എന്ന ഒരു നിലപാടാണ് UDF-ഉം ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവിന് പരോക്ഷ പിന്തുണ എന്നവണ്ണമാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിരുന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്നത് എളമരം കരീമിനുള്ള മറുപടിയുമായാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്നത്. അതായത് പുതുയുഗ യാത്ര നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ആ ഷെഡ്യൂളുകൾ അനുസരിച്ച് തന്നെ യാത്ര പോകേണ്ടതുണ്ട്. മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു ജാഥയല്ല. അതുകൊണ്ട് തന്നെയാണ് ആ യാത്ര മാറ്റിവെക്കാതെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള തലത്തിലുള്ള ഒരു മറുപടിയാണ് INTUC CITU-ന് നൽകിയത്. ഇത് മാത്രമല്ല, ഈ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ തന്നെ VD സതീശന് എതിരെ ഭരണപക്ഷം വലിയ തലത്തിൽ വരുന്ന ദിവസങ്ങളിലുമൊക്കെ തന്നെ ഈ വിഷയം എടുത്ത് ഉയർത്തിക്കാട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രധാനമായും ഇടത് കേന്ദ്രങ്ങളും പറയുന്ന കാര്യം, അതായത് INTUC-ക്കുള്ളിൽ തന്നെ VD സതീഷിനെതിരെ വലിയ തലത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായി എന്നുള്ളൊരു പ്രചരണമാണ് ഇടത് കേന്ദ്രങ്ങളുടെ നിന്നുമുണ്ടായത്. മറ്റൊരു കാര്യം അനുജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ പണിമുടക്ക് ഹർത്താലിന് സമാനമായ ഒരവസ്ഥയാണ്. ബസ്സുകൾ ഒന്നും തന്നെ ഓടുന്നില്ല, സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല, KSRTC ഓടുന്നില്ല. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ തന്നെ നേരിടുന്നുണ്ട്. പുതിയങ്ങാടിയിൽ അധ്യാപകരെ തടഞ്ഞു, പുതിയങ്ങാടി സ്കൂളിൽ CITU കൂടി സ്ഥാപിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിച്ച് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. നമ്മൾ ഇനി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് പണിമുടക്ക് ബാധകമല്ലാത്ത അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. MLA ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി. അതിന് ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകർക്ക്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, നമുക്കറിയാം ഇന്ന് പലയിടത്തും കടകൾ അടപ്പിക്കുന്നു, ബാങ്ക് ഉൾപ്പെടെ അടപ്പിക്കുന്നു, വാഹനങ്ങൾ തടയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കൂടാതെ ജോലിക്കെത്തുന്ന ജീവനക്കാരെ, പഞ്ചായത്തിലേക്കൊക്കെ എത്തുന്ന ആളുകളെ തടയുന്നു, അധ്യാപകരെ തടയുന്നു. ഇതൊക്കെ കണ്ട ഇടത്താണ് നമ്മൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അവരുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്. ആരും തടയാൻ എത്തുന്നില്ല. അതും തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനം അവർക്ക് ഇന്ന് നിർബാധം നടത്താൻ കഴിഞ്ഞു, അല്ലേ? അനുജ, തീർച്ചയായും. അതായത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ്
തൊഴിലാളി സംഘടനകൾ ഇന്ന് രാജ്യവ്യാപകമായി 24 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. അതിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമായത് കേരളത്തിലാണ്. കേരളത്തിൽ ഹർത്താലിന് സമാനമായ സാഹചര്യമാണുള്ളത്. ഈ പണിമുടക്കുമായി തൊഴിലാളികളെല്ലാം സഹകരിക്കണമെന്ന് CITU നേതാക്കൾ, AITUC നേതാക്കൾ, CPIM, CPI നേതാക്കളൊക്കെ നിലപാടെടുത്തവരാണ്. ഈ സംഘടനകളൊക്കെ, പ്രത്യേകിച്ച് ഇടതു സംഘടനകൾ, ഈ സമരത്തെ, ഈ രാജ്യവ്യാപകമായ പണിമുടക്കിനെ 101% അനുകൂലിക്കുന്നവരാണ്. അവർ ആ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അവരുടെ പോഷക സംഘടനകളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ്. ബസ്സുകളെ തടയുന്നു, ഈ സർക്കാർ ഓഫീസുകൾ, പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസുകളിൽ പൂട്ടിക്കുന്നു, തുറന്ന പോസ്റ്റ് ഓഫീസുകൾ പൂട്ടിക്കുന്നു, സർക്കാർ ഓഫീസുകളിലേക്ക് അവർ എത്തുന്നു, അവരുടെ സമരമുദ്രാവാക്യം അറിയിക്കുന്നു, സമരവുമായി സഹകരിക്കണമെന്ന് പറയുന്നു, ഒപ്പം നിരത്തിലിറങ്ങി സ്വകാര്യ വാഹനങ്ങളെ തടയുന്നു. ആ തരത്തിൽ സമരം എന്നുള്ളത് കണക്കാക്കാതെ നിരത്തിലേക്ക് ഇറങ്ങിയ ആളുകളെയൊക്കെ അവർ സമരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതെല്ലാം വിശദീകരിക്കുന്ന ഈ ഇടതു കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് CPIM-ന്റെ നിയന്ത്രണത്തിലുള്ള ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇതൊന്നും ബാധകമല്ല എന്നുകൂടി ഈ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ്. തിരുവനന്തപുരത്താണ് ഈ MLA ഹോസ്റ്റലിന്റെ നിർമ്മാണം നിർബാധം തുടരുന്നത്. MLA ഹോസ്റ്റലിന്റെ നിർമ്മാണ കരാർ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. ഈ പണിമുടക്ക് ദിനത്തിലും ഇന്ന് രാവിലെ, അതായത് സാധാരണ ദിവസം എന്ന പോലെ തന്നെ ഈ MLA ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ കാണുന്നത് പെയിന്റിംഗ് ജോലികൾ പുരോഗമിക്കുന്നു, ഒപ്പം ഈ പൈലിംഗ് ജോലികൾ പുരോഗമിക്കുന്നു, കമ്പി കെട്ടുന്ന ജോലികൾ, കോൺക്രീറ്റിനുള്ള കമ്പി കെട്ടുന്ന ജോലികൾ പുരോഗമിക്കുന്നു. ആ തരത്തിൽ ആ കെട്ടിടത്തിന്റെ എല്ലാവിധമായ ജോലികളും പുരോഗമിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അത്തരത്തിൽ ആ ജീവനക്കാർ അല്ലെങ്കിൽ തൊഴിലാളികൾ അവിടെ എത്തിയിട്ടുണ്ട്. ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കീഴിലുള്ള തൊഴിലാളികൾക്ക് മാത്രം ഈ പണിമുടക്ക് ബാധകമല്ല എന്ന് CITU-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മറുപടി പറയണം എന്നുള്ളതാണ് ഇതിനോടകം പ്രതിപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. കാരണം പ്രതിപക്ഷത്തിന്റെ ജാഥയ്ക്കെതിരെ ശക്തമായ ഭാഷയിലാണ് CPIM സംസ്ഥാന സെക്രട്ടറിയും CITU-ന്റെ ജനറൽ സെക്രട്ടറിയും അടക്കം പ്രതികരിച്ചത്. സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം, ഇതൊന്നും ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ബാധകമല്ലേ? CPIM നിയന്ത്രണത്തിലുള്ള ഈ ലേബർ സൊസൈറ്റി, തൊഴിലാളി പ്രസ്ഥാനത്തിന് ഈ പണിമുടക്കിന്റെ ഈ മുദ്രാവാക്യങ്ങൾ ബാധകമല്ലേ എന്ന ചോദ്യം ബാക്കിയാകുന്നു. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.